മണ്ഡലകാലത്തിന് പരിസമാപ്തിയെക്കുറിച്ച് ശബരിമല നട അടച്ചു. മകരവിളക്ക് മഹോത്സവത്തിന് ഈ മാസം 30-നാണ് നട തുറക്കുക. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ദേവനാണ് ചേരുന്നത്. ദേവൻ, ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു മണ്ഡലകാലം, അതുമാത്രമല്ല റെക്കോർഡ് വരുമാനം നേടിക്കൊടുത്ത ഒരു മണ്ഡലകാലം, അങ്ങനെ ഏറെ വിശേഷണങ്ങളുണ്ട് ഈ പ്രാവശ്യത്തെ മണ്ഡലകാലത്തിന്. ഇനി 30-നാണ് നട തുറക്കുക. വിവരങ്ങൾ. അഖില, 41 ദിവസം നീണ്ടുനിന്ന മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപ്തിയായിരിക്കുകയാണ്. വ്രതാനുഷ്ഠാനങ്ങൾക്ക് 40 ദിവസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനങ്ങളോടെ ഭക്തലക്ഷങ്ങൾക്ക് പുണ്യദർശനമേകിക്കൊണ്ട് ശബരിമല നട അടച്ചിരിക്കുന്നു. ഇനി 30-ാം തീയതിയാണ് നട തുറക്കുന്നത്. മകരവിളക്ക് മഹോത്സവങ്ങളുടെ ഭാഗമായിട്ട് 30-ാം തീയതിയാണ് നട തുറക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തിയത്. ശേഷം ഇന്ന് രാവിലെ ക്ഷേത്രം തന്ത്രി കണ്ഠര് മഹേഷ് മോരുടെ നേതൃത്വത്തിൽ മണ്ഡലപൂജ രാവിലെ 10:10-നും 11:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ പൂർത്തിയാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വൈകിട്ട് ദീപാരാധനയിൽ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയും നടന്നു. ശേഷം രാത്രിയിലെ പൂജകൾ, ഉഷപൂജയും ഒപ്പം തന്നെ പുഷ്പാഭിഷേകവും ഒക്കെ കഴിഞ്ഞ ശേഷം അത്താഴ പൂജയ്ക്ക് ശേഷമായിരുന്നു അയ്യപ്പനെ യോഗനിദ്രയിലാക്കിക്കൊണ്ട് ഹരിവരാസനം പാടി നടയടച്ചത്. അതായത് ജപമാലയും യോഗദണ്ഡം ധരിച്ചുകൊണ്ട് ഭസ്മാഭിഷേകത്തിനാക്കി യോഗനിദ്രയിലാക്കിക്കൊണ്ട് ഇപ്പോൾ നടയടച്ചിരിക്കുന്നു. ഇനി 30-ാം തീയതിയാണ് നട തുറക്കുന്നത്. അതിൽ സൂചിപ്പിച്ചത് പോലെ തന്നെ വലിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ മണ്ഡലകാല തീർത്ഥാടനം നടന്നത്. വലിയ ഒരു വശത്ത് രാഷ്ട്രീയ വിവാദങ്ങളും ഒപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ടുള്ള വിവാദങ്ങളെല്ലാം തന്നെ ഒരു വശത്ത് നിലനിൽക്കുന്നത്. പക്ഷേ അതൊന്നും തന്നെ ഇത്തവണത്തെ മണ്ഡലകാല തീർത്ഥാടനത്തിനെ ബാധിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ഈ എത്തിയ ഭക്തരുടെ എണ്ണത്തിനൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ലഭ്യമായ വരുമാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 40 ദിവസം നീണ്ടുനിന്ന മണ്ഡലകാല തീർത്ഥാടന കാലയളവിൽ ഏകദേശം 36 ലക്ഷത്തിലധികം അയ്യപ്പ ഭക്തരാണ് സന്നിധാനത്തെത്തി ദർശനം നടത്തി മടങ്ങിയത്. ഇത് മുൻ വർഷത്തെ കണക്കുകളേക്കാൾ വലിയ മുന്നിലാണ് സന്നിധാനത്ത് എത്തിയ ഭക്തരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ. അതോടൊപ്പം തന്നെയാണ് വരുമാനമായി ലഭിച്ച തുകയുടെ കാര്യത്തിലും 332.77 കോടി രൂപയുടെ വരുമാനമാണ് ശബരിമലയിൽ ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. മുൻ വർഷത്തേക്കാൾ വലിയ രീതിയിലുള്ള ഒരു വർധനവ് വരുമാനത്തിന്റെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ചും അപ്പമരവണ വിതരണത്തിലും ഒപ്പം തന്നെ മറ്റ് വാടകയിനത്തിലും എല്ലാം ലഭ്യമാകുന്ന മറ്റ് വരുമാനത്തിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു വർധനവുണ്ടായി. കാണിക്കയിനത്തിലും വലിയ രീതിയിലുള്ള വർധനവുണ്ടായി. അങ്ങനെ കുറ്റമറ്റ രീതിയിൽ ഇത്തവണത്തെ മണ്ഡലകാല തീർത്ഥാടനം പൂർത്തിയാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും സർക്കാരിനും ഒപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്ര തിരക്കേറിയ മണ്ഡലകാലത്തിനെ കുറ്റമറ്റ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ക്രമീകരണങ്ങൾ നടത്താൻ ദേവസ്വം ബോർഡിനും കഴിഞ്ഞു എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. സന്നിധാനത്ത് നിന്ന് ദേവനാണ് വിവരങ്ങൾ നൽകിയത്.